Hello friends, welcome back to our YouTube channel Srishti Maple Diaries. ഇന്ന് നമുക്കൊരു ബോട്ട് യാത്രയുടെ വീഡിയോ കാണാം. അപ്പം പോകാം നമുക്ക് വീഡിയോയിലേക്ക്. എവിടെ പോവാണ് നമ്മളെല്ലാം കൂടെ ഇന്നൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങി. ഇവിടെ ഇറങ്ങുന്നേ നോക്കാലോ. മൺട്രോത്തുരുത്ത്, കൊല്ലം മൺട്രോത്തുരത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഹോം മെയ്ഡ് ഫുഡും പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നിരുന്നത്. നമ്മളപ്പം മൺട്രോത്തുരത്ത്, ഇത് ഒരു കായലാണ് മൺട്രോത്തുരത്തുള്ള. നമ്മൾ കായലിലൂടെ കുറേ നേരം ഒരു 3 to 4 hours നമ്മൾ ബോട്ടിൽ കുറേ യാത്ര ചെയ്തു. പിന്നെ ഇവിടെ കുറേ മാംഗ്രൂവ് ഫോറസ്റ്റ് ഉണ്ട്, കണ്ടൽ കാടുകൾ. നമുക്കവിടെ ഇറങ്ങാൻ പറ്റും. നല്ല ക്ലീനായിട്ടുള്ള വെള്ളമാണ്. നമുക്കങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാം. അവിടെ തന്നെ ഉള്ളൊരു ചേട്ടനാണ് ഫുഡെല്ലാം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ട് തന്നത്. നമ്മൾ ശരിക്കും ഇത് പ്രീ പ്ലാൻഡ് ഒന്നും അല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് വലിയ ബോട്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. പിന്നെ എല്ലാവരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ബോട്ടായിരുന്നു. പിന്നെ ബേബീസ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഈ ഒരു 3-4 മണിക്കൂർ ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. പിന്നെ കുറേ ടൈം പാട്ടൊക്കെ കേട്ടു. എല്ലാവരും കൂടെ നല്ല കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ ബേബീസ് എല്ലാം ആയിട്ട് പോകാനായിട്ട് ആദ്യമൊക്കെ ഞങ്ങൾക്ക് കുറച്ച് പേടിയായിരുന്നു, പക്ഷെ ഭയങ്കര സേഫായിരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ ശരിക്കുള്ള ഭംഗിയൊക്കെ കാണാനായിട്ട് പറ്റിയ ഒരു ട്രിപ്പായിരുന്നു. ഇതാണ് മാംഗ്രൂവ് ഫോറസ്റ്റ് അല്ലെ കണ്ടൽ കാടുകൾ. ഇവിടെ വലിയ ആഴമൊന്നുമില്ല, നമുക്ക് ഇറങ്ങാം. പിന്നെ ഇവിടെ നിർത്തിയിട്ടിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. ഫുഡിൻ്റെ കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഫുഡായിരുന്നു. കരിമീൻ, കക്ക, ഞണ്ട്, കൊഞ്ച്, പിന്നെ നമ്മുടെ വെജിറ്റേറിയൻ അവിയൽ, സാമ്പാർ, അച്ചാർ, എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും പിന്നെ വെള്ളത്തിലിറങ്ങി. പിന്നെ നമുക്ക് വലിയ ആഴമൊന്നുമില്ല, പിന്നെ നല്ല ക്ലീനായിട്ടുള്ളതാണ്. അവിടെ നമ്മൾ ആരും അങ്ങനെ ഒരു വേസ്റ്റ് ഡിസ്പോസലോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. കുറേ ടൈം അങ്ങനെ വെള്ളത്തിലിറങ്ങി എല്ലാവരും ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ മൊത്തത്തിൽ അവിടുത്തെ ഒരു സീനിക് ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. വലിയ ക്രൗഡഡ് ഒന്നുമല്ല. പിന്നെ ഹോം മെയ്ഡ് ഫുഡോ കാര്യങ്ങളോ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ കോണ്ടാക്ട്സ് എടുത്തു തരാം. നിങ്ങളുടെ കാത്ത് ആര് പറഞ്ഞു പൂപ്പി പൂപ്പി. നമ്മൾ പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ വെള്ളത്തിൽ കളിയായിരുന്നു. വിഷുവിനെയൊക്കെ തിരിച്ച് കൊണ്ടുവരാനായിട്ട് നല്ല പാടുപെട്ടു. പിന്നെ എന്താ പറയുക, നമുക്ക് ലൈവായിട്ടുള്ള ഫിഷ്, അങ്ങനെ കൊഞ്ച്, അതിനെയൊക്കെ കാണാൻ പറ്റും. പക്ഷേ വീഡിയോയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അതാണ് അത് ആഡ് ചെയ്യുന്നത്. പിന്നെ തിരിച്ച് നമ്മൾ പോയി 3 to 4 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടൈമായിരുന്നു. Mama? Yeah, hold on. വീഡിയോ കണ്ടതിൽ ഒരുപാട് നന്ദി. ഞങ്ങളുടെ ചാനൽ കയറി വിസിറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.